ഹലോ എവരി വൺ, ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സ്വിസ് സഞ്ചാരി. എല്ലാ സഞ്ചാരപ്രേമികൾക്കും സ്വിസ് സഞ്ചാരിയുടെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ സഞ്ചരിക്കുന്ന രാജ്യത്തെ അല്പസ്വല്പ ഭൂമിശാസ്ത്രവും ചരിത്രവുമൊക്കെ അറിഞ്ഞു വച്ചാൽ യാത്ര സുഗമവും സുഖകരവും മാത്രമല്ല രസകരവുമായിരിക്കും. അത്തരത്തിൽ ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും രസകരവുമായ ഒരു യാത്രയാണ് ഇന്നത്തേത്. ഒരുപക്ഷെ മലയാള യൂട്യൂബ് ചരിത്രത്തിൽ ശുഭപ്രതീക്ഷ മുനമ്പിനെ പറ്റിയുള്ള ആദ്യ വീഡിയോ ആയിരിക്കുമിത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ദക്ഷിണാഫ്രിക്കയിലെ തെക്കുകിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഒരു സുപ്രസിദ്ധമായ തീരപ്രദേശമാണ്. ഇത് ആഗോള സമുദ്രയാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോണാണ്. അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവും ചേർന്ന് കാണുന്ന ഈ പ്രദേശം സുന്ദരമായ പ്രകൃതി ദൃശ്യം കൊണ്ടും സമ്പന്നമായ പാരമ്പര്യം കൊണ്ടും പ്രശസ്തമാണ്. 1488 പോർച്ചുഗീസ് നാവികനായ ബെർത്തലോമിയു ഡയസ് ആണ് ആദ്യമായി ഈ മുനമ്പിലെത്തിയത്. കൊടുങ്കാറ്റിൻ്റെ മുനമ്പ് എന്നാണ് അദ്ദേഹം ഈ പ്രദേശത്തെ നാമകരണം ചെയ്തത്. ഇന്ത്യയിലേക്കും കിഴക്കൻ രാജ്യങ്ങളിലേക്കും എത്തിച്ചേരാൻ ഈ കടൽപ്പാത വഴി സാധിക്കുമെന്ന ശുഭപ്രതീക്ഷ കൊണ്ട് പോർച്ചുഗീസ് രാജാവായ ജോൺ രണ്ടാമൻ ഇതിനെ പ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പുനർനാമകരണം ചെയ്തു. 1488 മാർച്ച് മാസം 12-ാം തീയതി ബെർത്തലോമിയു ഡയസ് ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരത്തുകൂടി സഞ്ചരിച്ചങ്ങ് തെക്കേയറ്റത്തുള്ള വിചിത്രമായ മുനമ്പിലെത്തിച്ചേർന്നു. ഡയസിൻ്റെ സംഘത്തിൽ സാൻ ക്രിസ്റ്റഫർ എന്ന കപ്പലും പിന്നെയൊരു അകമ്പടി കപ്പലും ഉണ്ടായിരുന്നു. കപ്പൽ തീരത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തുടർച്ചയായി ആഞ്ഞു വീശിക്കൊണ്ടിരുന്ന ഭീകര കൊടുങ്കാറ്റ് ഡയസിൻ്റെ കപ്പലുകളെ ഇളക്കിമറിച്ചു. നേരെ കിഴക്കോട്ട് പോയാൽ ഇന്ത്യയിൽ എത്തുമെന്നുറപ്പുണ്ടായിരുന്ന ഡയസിന് പക്ഷേ ആ കൊടുങ്കാറ്റിന് മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. ഒരു ഉൾവിളി എന്നോണം ഡയസ് കപ്പലുകളെ തെക്കോട്ട് തിരിച്ചുവിട്ടു. അങ്ങനെ ഒരു തീരുമാനം ഡയസ് എടുത്തില്ലായിരുന്നെങ്കിൽ മുനമ്പിലെ വമ്പൻ പാറക്കെട്ടുകളിൽ ഇടിച്ച് ഡയസിൻ്റെ യാത്ര എന്നേക്കുമായി അവിടെ അവസാനിച്ചേനെ. പക്ഷേ തന്ത്രശാലിയും മികച്ച നാവികനുമായ ഡയസ് കൊടുങ്കാറ്റിൽ നിന്നും ഒഴിവായി കൂടുതൽ അപ്പുറത്തുള്ള ആഫ്രിക്കയുടെ തെക്കുള്ള മുനമ്പിൽ എത്തിച്ചേർന്നു. വലിയൊരു രക്ഷപ്പെടലായിരുന്നു അത്. പക്ഷേ ഡയസിൻ്റെ കൂടെയുണ്ടായിരുന്ന മറ്റു നാവികർക്ക് അതോടെ യാത്ര മതിയായിരുന്നു. അതിനിടെ കരയിൽ നിന്നും ചില ആദിവാസികൾ കല്ലും അമ്പുകളും ഉപയോഗിച്ച് ഡയസിൻ്റെ നാവികരെ ആക്രമിക്കുകയും കൂട്ടത്തിൽ ചിലർ മരണപ്പെടുകയും ചെയ്തു. അതോടെ അവരെല്ലാം ഒറ്റക്കെട്ടായി ലിസ്ബണിലേക്ക് തിരിച്ചു പോകണമെന്ന് വാശി പിടിച്ചു. കപ്പലിലൊരു വിപ്ലവം മുന്നിൽ കണ്ട ഡയസിന് കപ്പൽ പിന്നോട്ട് തിരിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. ആ തിരിച്ചുപോക്കിൽ അവർ തങ്ങളെ നേരത്തെ അപകടത്തിൽ ചാടിച്ച പാറക്കെട്ടുകളും തുടർച്ചയായ കൊടുങ്കാറ്റുകളും നിറഞ്ഞ ആ മുനമ്പിലെത്തി. കാറ്റ് അപ്പോഴേക്കുമൊന്ന് ശമിച്ചിരുന്നു. ഡയസ് ആകട്ടെ ആ മുനമ്പിന് കൊടുങ്കാറ്റുകളുടെ മുനമ്പെന്ന് പേരുമിട്ടു. 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഡയസ് ഒരിക്കൽ കൂടി അതേ കപ്പൽ പാതയിലൂടെ യാത്രക്കിറങ്ങി. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹമല്ലായിരുന്നു കപ്പിത്താൻ. പകരം തന്നെക്കാൾ മിടുക്കനായ കൂടുതൽ പ്രശസ്തനായ ഇന്ന് ലോകമെങ്ങും അറിയപ്പെടുന്ന ആ സാക്ഷാൽ വാസ്കോഡ ഗാമയുടെ കീഴിലായിരുന്നു ആ യാത്ര. പക്ഷേ എന്തുകൊണ്ടോ ഡയസിന് ആ യാത്ര മുഴുവനാക്കാനായില്ല. അങ്ങനെ താൻ കണ്ടെത്തിയ കൊടുങ്കാറ്റുകളുടെയും ശുഭപ്രതീക്ഷയുടെയും മുനമ്പിനെ പൂർണ്ണമായും വാസ്കോഡ ഗാമയുടെ പേരിനോട് ചേർത്ത് കൊടുത്തുകൊണ്ട് ബെർത്തോലോമിയു ഡയസ് തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിൻവാങ്ങി. ഗാമയാകട്ടെ ശുഭപ്രതീക്ഷ മുനമ്പിനെ പിന്തള്ളി ഇന്ത്യ മഹാസമുദ്രം മുറിച്ചു കടന്ന് ഇന്ത്യയിൽ കാലുകുത്തുകയും ചെയ്തു. നാവിക ചരിത്ര കഥകൾ ഇന്നും കാറ്റിലൂടെ മൂളുന്ന ആ ശുഭപ്രതീക്ഷ മുനമ്പിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു ഉച്ച കഴിഞ്ഞാണ്. ഉന്മാദിയെപ്പോലെ ആഞ്ഞു വീശുന്ന കാറ്റിനു മാത്രം ഒട്ടും ശമനമില്ല. അറ്റ്ലാന്റിക് സമുദ്രം ശാന്തമാണ്. കാറ്റിൻ്റെ ഉത്സാഹവും ധൃതിയും സമുദ്രനീലിമയിൽ അത്ര വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. തിരകളാകട്ടെ ആരോ ഏൽപ്പിച്ച ചുമതലയെന്നോണം മനസ്സില്ലാ മനസ്സോടെ കരയിലെ പാറക്കെട്ടുകളിൽ ഒന്നിനു പിറകെ ഒന്നായി ആർത്തലച്ചുകൊണ്ടിരിക്കുന്നു. നിസ്സംഗതയാണ് പ്രകൃതിയുടെ സ്ഥായീഭാവം. എങ്കിലും എന്തോ ഒന്ന് എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാമെന്ന പോലൊരു വിഹ്വലത ഈ അന്തരീക്ഷത്തിൽ തങ്ങി നിൽപ്പുണ്ട്. എത്ര പേർ ചുറ്റിനുമുണ്ടെങ്കിലും നമ്മെ വലയം ചെയ്യുന്ന തികഞ്ഞൊരേകാന്തത കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന കൂറ്റൻ പാറക്കൂട്ടമാണ് ഈ തെക്കൻ ആഫ്രിക്കൻ മുനമ്പിൻ്റെ പ്രത്യേകത.
മൂന്ന് വശത്തും അറ്റ്ലാന്റിക്കിൻ്റെ അപാരത, അധികം മേഘക്കീറുകളില്ലാത്ത തെളിഞ്ഞ ആകാശം. അല്പം കിഴക്ക് മാറിയാണ് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും തമ്മിൽ കൂടിച്ചേരുന്നത്. ഇന്ത്യ എന്നത് അക്കാലത്തെ നാവികരുടെ വലിയ പ്രതീക്ഷയും സാധ്യതയുമായിരുന്നു. അതിനായി ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള നാവികരുടെ എണ്ണത്തിന് കയ്യും കണക്കൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഇന്ത്യൻ സമുദ്രത്തിൽ എത്തിപ്പെടുക, അവിടെ മൺസൂൺ കാറ്റുകളുടെ പിന്നാലെ സഞ്ചരിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എത്തുക, പണം സമ്പാദിക്കുക. അതായിരുന്നു അക്കാലത്തെ എല്ലാ നാവികരുടെയും സ്വപ്നം. ചെങ്കടൽ തീരം ഓട്ടോമൻ തുർക്കികൾ കൈയടക്കിയതോടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിലെത്താൻ മറ്റൊരു വഴിയുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കൻ തീരത്തെ കൊടുങ്കാറ്റുകളെയും പ്രവചനാതീത അന്തരീക്ഷത്തെയും പിന്തള്ളി മുന്നോട്ടു പോകാതെ അവർക്ക് നിർവാഹമുണ്ടായിരുന്നില്ല. അനേകരുടെ ജീവൻ വച്ചുള്ള ആ കളി ഒടുവിൽ ലോകത്തിൻ്റെ ഭാഗധേയം നിർണയിച്ചു. ചരിത്രം തന്നെ മാറ്റിമറിച്ച യാത്രകളായിരുന്നു ഈ മുനമ്പിലൂടെ മുന്നേറിയത്. ആ ശ്രമങ്ങളിലൂടെയാണ് വടക്കൻ അമേരിക്കയും തെക്കൻ അമേരിക്കയും കണ്ടുപിടിക്കപ്പെട്ടത്. ഗാമയുമായി പിരിഞ്ഞ ശേഷം ഏറെ നിരാശനായിരുന്നു ഡയസ്. എങ്കിലും വെറുതെ ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരിക്കൽ കൂടി കടലിൽ ഇറങ്ങണമെന്ന മോഹം ഡയസിന് അപ്പോഴും ബാക്കി നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഡയസിനെ പ്രധാന കപ്പിത്താനാക്കാൻ എന്തുകൊണ്ടോ പോർച്ചുഗീസ് രാജാവ് തയ്യാറായില്ല. ഒടുവിൽ ഒരിക്കൽ കൂടി ഡയസ് കടലിലിറങ്ങി. 5 കപ്പലുകളുമായിട്ടായിരുന്നു ആ പോർച്ചുഗീസ് സേന ഇന്ത്യയിലേക്ക് തിരിച്ചത്. അതിൽ 4 എണ്ണത്തിൻ്റെ മേൽനോട്ടം ഡയസിനായിരുന്നു. പക്ഷേ എവിടെയാണ് പിഴച്ചതെന്നറിയില്ല. വഴിതെറ്റി അവ അറ്റ്ലാന്റിക് സമുദ്രം അറിയാതെ മുറിച്ചു കടന്ന് ബ്രസീലിലാണ് എത്തിച്ചേർന്നത്. ബ്രസീലിൽ ഇന്നും കൊടിപാറുന്ന പോർച്ചുഗീസ് പാരമ്പര്യത്തിൻ്റെ തുടക്കം അതായിരുന്നു. തെറ്റു മനസ്സിലാക്കിയ ഡയസ് കപ്പലുകളെ വീണ്ടും ദക്ഷിണാഫ്രിക്കൻ തീരത്തേക്ക് തിരിച്ചുവിട്ടു. ഒരിക്കൽ കൂടി താൻ പേരിട്ട തൻ്റെ പ്രതീക്ഷകളെ തകർത്തുകളഞ്ഞ അതേ മുനമ്പിൽ ഡയസിൻ്റെ കപ്പലുകളെത്തി. വിധി അതിൻ്റെ അവസാന തീരുമാനത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്നുള്ള അതിശക്തമായ കൊടുങ്കാറ്റിൽ ശുഭപ്രതീക്ഷ മുനമ്പിലെ പാറക്കെട്ടുകളിൽ ഡയസിൻ്റെ കപ്പലുകൾ ഒന്നൊന്നായി വന്നിടിച്ച് ചിന്നിച്ചിതറി. ഡയസടക്കം ഒരൊറ്റ നാവികർ പോലും ആ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടില്ല. അങ്ങനെ താൻ കണ്ടെത്തിയ മുനമ്പ് തന്നെ ആ തന്ത്രശാലിയായ നാവികൻ്റെ ശവപ്പറമ്പായി. അസംഖ്യം നാവികരുടെ ജീവത്യാഗങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്കുള്ള നാവിക ഗതാഗതം ഇതേ മുനമ്പിലൂടെ ശക്തമായി. പോർച്ചുഗീസുകാർക്ക് പിന്നാലെ ഡച്ചുകാരെത്തി. ദക്ഷിണാഫ്രിക്കയിൽ താവളമടിച്ചും കയ്യേറിയും അവർ അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ഏഷ്യയിലെ കിഴക്കൻ ദ്വീപുകളിൽ ഡച്ചുകാർ അധികാരമാളിയതും ഇതേ മുനമ്പിൽ കാലുറപ്പിച്ചുകൊണ്ട് തന്നെ. അന്ന് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച താവളങ്ങളാണ് ദക്ഷിണാഫ്രിക്കയുടെ ആധുനിക ചരിത്രത്തിന് തുടക്കമായത്. ഇന്ന് ശുഭപ്രതീക്ഷ മുനമ്പ് യുനെസ്കോ പൈതൃക സൈറ്റുകളിലൊന്നാണ്. 5,53,000 ഹെക്ടർ ഭൂമിയിൽ പരന്നുകിടക്കുന്ന ഈ സംരക്ഷിത മേഖല ഇന്ന് അപൂർവ സസ്യജാലങ്ങളുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും കലവറയാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അതിൻ്റെ പ്രകൃതി ഭംഗിയും ചരിത്രവും കൊണ്ട് അനേകായിരം വിനോദസഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. സമുദ്ര വീക്ഷണങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും സമൃദ്ധമായ ജൈവ വൈവിധ്യവും ഇവിടത്തെ സവിശേഷതകളാണ്. ചുറ്റും വശ്യമായ കാഴ്ചകൾ. സമയം പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. സൂര്യൻ ചക്രവാള സീമയിലേക്ക് മറിയുന്നു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനോട് ഞങ്ങൾ യാത്ര പറഞ്ഞു. ഈ യാത്രാവിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.